ഇന്ത്യയുടെ ഉറക്കം കെടുത്തിയ ജയ്ഷെ തലവൻ മുഹമ്മദ് അസർ ഇന്ത്യയിലേക്കുള്ള ആദ്യ വരവിൽ രാജ്യ തലസ്ഥാനത്ത് വിഹരിച്ചത് ദിവസങ്ങളോളം. ഡൽഹിയിലെ 4 പ്രമുഖ ഹോട്ടലുകളിൽ താമസിച്ച പാക് ഭീകരൻ അന്ന് ബസ്സിലും സ്വൈര്യവിഹാരം നടത്തി. 2 ആഴ്ചയ്ക്ക് ശേഷം ശ്രീനഗറിൽ പിടിയിലായപ്പോൾ നടത്തിയ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യങ്ങൾ. 1994 ജനുവരി 29 ധാക്കയിൽ നിന്ന് ബംഗ്ലാദേശ് എയർലൈൻസ് വിമാനത്തിലാണ് ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. പോർച്ചുഗീസ് പാസ്പോർട്ട് കണ്ട് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തപ്പോൾ ജന്മദേശം ഗുജറാത്ത് ആണെന്നായിരുന്നു മറുപടി. ആ വിശദീകരണത്തിൽ പുറത്തു കടക്കാനായി. തുടർന്ന് ടാക്സി ഡ്രൈവറാണ് ചാണക്യപുരിയിലെ അശോക് ഹോട്ടലിൽ എത്തിച്ചത്. അന്നു രാത്രി സന്ദർശകരായി ഭീകര സംഘടന ബന്ധമുള്ള 2 പേർ എത്തി. അവരോടൊപ്പം പിറ്റേന്ന് കാറിൽ യുപിയിലെ ദിയോബന്ദിലെ ദാറുലും മതകേന്ദ്രം സന്ദർശിച്ചു. പിറ്റേന്ന് സഹരൻപൂരിലേക്ക്. ഈ യാത്രയിലൊന്നും യഥാർത്ഥ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തിയില്ല. ജനുവരി 31 ഡൽഹിയിൽ മടങ്ങിയെത്തി. കൊണാട്ട് പ്ലേസിന് സമീപത്തെ ഹോട്ടൽ ജൻപതിൽ താമസിച്ചു. ഇതിനടുത്ത ദിവസങ്ങളിലാണ് ബസ്സിൽ ലക്നൌവിലേക്ക് പോയത്. ബസ്സിൽ തന്നെയായിരുന്നു തിരിച്ചുള്ള മടക്കവും. കരോൾ ബാഗിലെ ഷീഫ് മഹൽ ഹോട്ടലിലായിരുന്നു പിന്നെ താമസിച്ചത്. പോർച്ചുഗീസ് വിലാസവും വലിയദം ഇസ എന്ന പേരുമാണ് ഇവിടെയെല്ലാം നൽകിയത്. ഫെബ്രുവരി 9 വിമാനമാർഗം ശ്രീനഗറിലെത്തി. പിറ്റേന്ന് വഴികാട്ടിയുടെ സഹായത്തോടെ അനന്ത്നഗറിലെ മതികുണ്ടിൽ പാക് ഭീകരരുടെ താവളത്തിലെത്തി. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ കാർ കേടായതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിലായി സഞ്ചാരം. വഴിയിൽ സൈന്യത്തിന്റെ വാഹന പരിശോധനയിൽ കുടുങ്ങുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ വെടിയുതിർത്തതോടെ സൈന്യം തിരികെ വെടിവെച്ചു. മസൂദും കൂടെ ഉണ്ടായിരുന്ന അഫ്ഗാനിയും പിടിയിലായി. 1999 ഖാണ്ഡഹാർ വിമാനറാഞ്ചലിനെ തുടർന്നാണ് മസൂദിനെ ഇന്ത്യക്ക് വിട്ടയക്കേണ്ടി വന്നത്. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തെ ചൈന തടഞ്ഞതിന് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. രാജ്യത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്ന് യോഗ ഗുരു ബാബ രാംദേവ് ആവശ്യപ്പെട്ടു. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്ലിക്കേഷനുകൾ സ്മാർട്ട് ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് പ്രായോഗികമല്ലെന്ന് പ്രതികരണങ്ങളുണ്ട്. ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിന് 4ാം തവണയും തടയിട്ട ചൈനയുടെ നടപടിക്കെതിരെ UN രക്ഷാസമിതി അംഗങ്ങൾക്കിടയിൽ കടുത്ത അമർഷമാണ്. ചൈന ഇതേ നിലപാട് പിന്തുടരുന്നെങ്കിൽ മസൂദിനെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുമെന്ന് രക്ഷാസമിതിയിലെ നയതന്ത്ര പ്രതിനിധികൾ വ്യക്തമാക്കി. അത്തരം സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതാവും ഉചിതം. രക്ഷാസമിതിയിൽ നിക്ഷിപ്തമായ ചുമതല നിർവഹിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന നീക്കത്തിൽ നിന്ന് ചൈന പിന്മാറുമെന്നും അവർ ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭീകരതയെ ചെറുക്കുക, പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുക തുടങ്ങി ചൈന മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ തന്നെ അട്ടിമറിക്കുന്ന നടപടിയാണ് അവർ സ്വീകരിക്കുന്നതെന്നും നയതന്ത്ര പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. പാകിസ്ഥാന് മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരരെ സംരക്ഷിക്കാൻ ചൈനയെ ആശ്രയിക്കുന്ന പാക് ഭരണകൂടത്തിനെതിരെയും വിദേശ നയതന്ത്ര പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. മസൂദിനെതിരെ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഉപരോധങ്ങളെ കുറിച്ച് പരിശോധിക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടാണ് ചൈന അവസാന നിമിഷം രംഗത്തെത്തിയത്. പ്രമേയം അവതരിപ്പിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് വീറ്റോ അധികാരമുള്ള ചൈന തടസ്സവാദം ഉന്നയിച്ചതെന്നും നയതന്ത്ര പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ആക്രമണത്തിന് ശേഷം അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ 3 സ്ഥിരാംഗങ്ങളാണ് UN രക്ഷാസമിതിയിൽ മസൂദിനെതിരെ പ്രമേയം അവതരിപ്പിച്ചത്. നിരവധി രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. ചൈനയുടെ നിലപാടിനെതിരെ കടുത്ത അതൃപ്തിയാണ് ഇന്ത്യ രേഖപ്പെടുത്തിയത്. ഇന്ത്യക്കാർക്കെതിരെ ആക്രമണം നടത്തിയ ഭീകര നേതാക്കളെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള പോരാട്ടം തുടരുമെന്നും ഇന്ത്യൻ അധികൃതർ പറഞ്ഞു. മസൂദിനെതിരായ നീക്കത്തിന് അമേരിക്ക ശക്തമായ പിന്തുണയാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.